Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിൽ നോക്കാൻ പറ്റിയ ഒരു 3-4 സ്റ്റോക്കുകൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. കൂടാതെ നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപിൻ്റെ ചാർട്ടുകൾ നോക്കാം. ആദ്യം തന്നെ നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഒരു 20 പോയിന്റിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്ന് 24,252 എന്ന റേഞ്ചിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചൊരു സപ്പോർട്ട് റേഞ്ച് ഈ റേഞ്ചിലാണ്, പക്ഷേ റേഞ്ചിലോട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇവിടെ നിന്ന് തന്നെ ഈ ഒരു താഴത്തെ ഈ റേഞ്ചിൽ തന്നെ ഒരു ബൈയിങ് വന്നിട്ടുണ്ട് 24,000 റേഞ്ചിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇവിടുന്ന് റിക്കവർ ആയിട്ട് ഒരു 24,600 മുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിലാണ് ഇനിയിപ്പോൾ നിഫ്റ്റിയിൽ വീണ്ടും ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അത് അങ്ങനെ വീക്കായിട്ട് പോന്നു. പക്ഷേ ഇനി ഇവിടുന്ന് റിക്കവർ ആയിട്ട് വരട്ടെ, നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ്, നല്ലൊരു മാർക്കറ്റൊക്കെ പോസിറ്റീവായിട്ട് ക്ലോസിംഗ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് പിന്നെയും നിഫ്റ്റിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു സ്ട്രെങ്ത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്മോൾ ക്യാപ്പ് നല്ലൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് നടത്തി ഏകദേശം ആ റേഞ്ച് റീടെസ്റ്റ് നടത്തിയിട്ട് മേലോട്ട് പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പ് കുറച്ചുകൂടി നല്ലൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. അപ്പോൾ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് പുതിയൊരു മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിലാണെങ്കിലും ഒരുവിധം സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അത് ഇപ്പോൾ എന്താ പ്രശ്നം ഇതാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോവർ ലെവലിൽ തന്നെ നമ്മൾ ഈ സ്മോൾ ക്യാപ്പിലൊക്കെ നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പല്ല പബ്ലിക് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോവർ ലെവലിൽ നിന്നൊക്കെ നമുക്ക് ഈ സ്മോൾ ക്യാപ്പ് ETF നമുക്ക് വേണമെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിയവർക്കൊക്കെ കുറച്ച് കണ്ട് ഈ റേഞ്ചിലൊക്കെ നല്ലൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. ആ റേഞ്ച് ഇതുവരെ ഹോൾഡ് ചെയ്ത ആൾക്കാണെങ്കിൽ, അല്ലാത്തവർക്കാണെങ്കിലും പ്രോഫിറ്റിലായിരിക്കും എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് നല്ലൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ആ റേഞ്ച് റീടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരുപാട് നാളത്തെ ശേഷം ഒരു ബ്രേക്ക് ഔട്ടാണ്. ഏകദേശം ഒരു 2024 ശേഷം ഒരു 2 വർഷം ഈ റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു നിഫ്റ്റി സ്മോൾ ക്യാപ്പ്. 2 വർഷം നമുക്കൊരു റിട്ടേണും തന്നിട്ടില്ല സ്മോൾ ക്യാപ്പ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കൂടാതെ നമുക്കൊരു 3-4 സ്റ്റോക്കുകൾ നോക്കാം. നമ്മളൊരു ബൈസിൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഭാഗത്തും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ 100% മേലോട്ട് പോകും അങ്ങനെയുള്ള ഒരു പ്രോമിസും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ പല സ്റ്റോക്കുകൾ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അത് ടെക്നിക്ക് വെച്ച് നോക്കിയാൽ പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും അതൊക്കെ അതിലുണ്ടാവും. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 സ്റ്റോക്കുകൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ചാർട്ടിലൊക്കെ പോയിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എൻട്രിയും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ ഈ ലെവൽസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെവൽസൊക്കെ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയുന്നൊരു സ്റ്റോക്ക് റേറ്റ് ഗെയിൻ എന്നൊരു സ്റ്റോക്കാണ്, റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജി ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു 5% അടുത്തൊരു മൂവ്മെൻറ്റ് തന്ന് ഈ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഒരു ലോവർ ലെവലിലൊക്കെ നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ്. കറക്റ്റ് ലെവൽ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ഈ റേഞ്ച് 740 റേഞ്ചിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ റേഞ്ചിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റോക്ക് ഷെയർ ചെയ്ത് നമ്മൾ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത സ്റ്റോക്കാണ്. അതിനുശേഷം വീണ്ടും ഈ ഒരു സ്റ്റോക്കിന് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ടിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്ക്. ബ്രേക്ക് ഔട്ട് നടന്നു, ഓൾറെഡി നടന്നപ്പോൾ നമുക്ക് പൊതുവെ ആൾക്കാർ പറയും ഈ റേഞ്ചാണ് ബ്രേക്ക് ഔട്ട് നടന്നു, താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെന്നുള്ളത്. പക്ഷേ ബ്രേക്ക് ഔട്ടൊന്നുമല്ല. അതിനുശേഷം താഴത്തോട്ട് വന്ന് വീണ്ടും മേലോട്ട് പോയി വീണ്ടും താഴത്തോട്ട് വന്നു ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും സ്റ്റോക്ക് മേലോട്ട് പോവുകയാണ്. ഈ സ്റ്റോക്കിന്റെ റിസൾട്ട് ഓൾറെഡി വന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് വന്നിട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി നോക്കുമ്പോൾ നല്ലതാണ്. അതുപോലെ ഫണ്ടമെന്റലി നോക്കുമ്പോഴും നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ലതാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു എൻട്രി എടുക്കണോണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് ചെറിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. റിസ്ക് എടുക്കാണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ലല്ലോ. എല്ലാ ബിസിനസ്സിലും കാര്യങ്ങൾക്കൊക്കെ റിസ്ക് ഉണ്ട്. അതുപോലെ ട്രേഡിങ്ങിലും റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ട് അതിൻ്റെ റിവാർഡ് നിങ്ങൾ ഒരു ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റിനെ കുറ്റം പറഞ്ഞൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അടുത്തൊരു സ്റ്റോക്ക് EPL ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 1% മുകളിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നൊരു സ്റ്റോക്കാണ്. കൂടാതെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവലും കൂടിയാണ്. ഞാനൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്ക്ലി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് കണ്ടത്. ഒരു 3 തവണ ഈ റേഞ്ചിൻ്റെ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ആ റേഞ്ച് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ആ റെസ്പെക്ട് ചെയ്തിട്ട്
വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വീക്കിലെ ക്യാൻഡിൽ നോക്കുമ്പോൾ നല്ലൊരു വോളിയത്തോടെ 2 ക്യാൻഡിലും കൂടാതെ റിസൾട്ട് ഓൾറെഡി വന്നതായതുകൊണ്ട് ഈ റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്, ചെറിയ റിസ്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. ഇതിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അടുത്തൊരു സ്റ്റോക്ക് അർബൻ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു 9% മൂവ്മെന്റ് തന്നതാണ്. ഞാനത് പറഞ്ഞുതരാം. 158 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡെലിവറി എടുക്കാം. ഈ ഒരു സ്റ്റോക്കിന്റെ 9% മൂവ് ചെയ്തതാണല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒരു 9% മൂവ് ചെയ്തു. ഒന്ന് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒന്ന് റീടെസ്റ്റ്, അതായത് വലിയ കറക്റ്റ് റേഞ്ചിലോട്ട് വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 1-2 ചെറിയൊരു ക്യാൻഡിൽ ഫോം ആയിട്ട് ഒരു മേലോട്ട് പോകും. അപ്പം അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റിസ്ക് പോയിട്ടില്ല, സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒരു ലിസ്റ്റ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല എന്ന് നമുക്ക് നോക്കാം. 2025 സെപ്റ്റംബറിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഒരു വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു IPO സ്റ്റോക്കാണ്. താഴത്തോട്ട് നല്ല രീതിയിൽ ലിസ്റ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വന്നൊരു സ്റ്റോക്കാണ്. അതിനുശേഷം ഇവിടുന്ന് നല്ല റിക്കവറി നടത്തിയെങ്കിലും വീണ്ടും താഴത്തോട്ട് വന്നു, വീണ്ടും റിക്കവറി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പാറ്റേൺ ആണ് കണ്ടത്. ഏകദേശം നല്ല താഴത്തോട്ട് വന്നു, പിന്നെ ഈ റേഞ്ചിലോട്ട് വന്നു, താഴത്തോട്ട് വീണ്ടും ഒരു ഫോളോ. പക്ഷേ ഈ ലോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ചാർട്ട് തന്നെയാണ്. പിന്നെ വീണ്ടും മേലേക്ക് പോയി വീണ്ടും സ്റ്റോക്ക് ഉണ്ട്. ഈ റേഞ്ചിൻ്റെ ഏകദേശം ഈ റേഞ്ച് വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിലും ഒരു നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു സ്റ്റോക്ക് ജിൻഡാൽസോ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്, ജിൻഡാൽസോ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കും കഴിഞ്ഞ ദിവസം 8% മൂവ് ചെയ്താണ്. കാരണം ചില സ്റ്റോക്കുകൾ നമുക്ക് 8%, 9%, 10% ഒക്കെ മൂവ് ചെയ്ത സ്റ്റോക്കുകൾ എല്ലാ ദിവസവും അങ്ങനെ മൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ടൊക്കെ നടന്ന് കണ്ട. ഈ ഒരു സ്റ്റോക്കിലാണെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കും ചെറിയൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്തോട്ട് വന്നു, ഈ ലോ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് വീക്കാവും. പിന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയോടുള്ള ഒരു ക്യാനിലാണ് തന്നിരിക്കുന്നത്. വീണ്ടും ഈ ഒരു ചെറിയൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതാണ്. ചില സ്റ്റോക്കുകൾ അങ്ങനെ റീടെസ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചില സ്റ്റോക്കുകൾ വെച്ചടി മേലോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ചാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റിസൾട്ട് വന്നൊരു സ്റ്റോക്കാണ്. റിസൾട്ട് മോശമാണോ എന്ന് അറിയില്ല. ട്രേഡിംഗ് വ്യൂവിൽ കാണിക്കുന്ന റെഡിൽ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്റ്റോക്കുകളുടെയൊക്കെ റിസൾട്ടും കൂടി ഒന്ന് പ്രോപ്പറായിട്ട് നോക്കുക. നമ്മുടെ സ്ക്രീൻ എന്ന വെബ്സൈറ്റും അതുപോലെ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് പോയിട്ട് ഈ പറയുന്ന സ്റ്റോക്കുകളുടെ റിസൾട്ട് നോക്കുക. കൂടാതെ നിങ്ങളുടേതായിട്ടുള്ള രീതികൾ അനലൈസ് ചെയ്യുക. എന്നിട്ട് മാത്രം എൻട്രികളൊക്കെ നോക്കുക. എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എൻട്രികൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഈ ലെവൽസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഓക്കെ, നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ 4 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ നമ്മൾ സൺഡേ കുറച്ചധികം സ്റ്റോക്കുകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം സ്റ്റോക്കുകൾ നമുക്ക് കിട്ടി. ഇനി ഒരുപാട് സ്റ്റോക്കുകൾ ബ്രേക്കൗട്ടൊക്കെ നടക്കുന്ന സ്റ്റോക്കുകളും നല്ല ട്രെൻഡ് ലൈൻ ഒക്കെയുള്ള സ്റ്റോക്കുകളുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകളാണ് ഷെയർ ചെയ്യുന്നില്ല. കുറച്ച് ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒന്നരാടം വിട്ടിട്ടൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നോക്കിയിട്ട് ഞാൻ അത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. താങ്ക്